ഇന്ന് നമുക്ക് തുടക്കം ഒരു കുട്ടി കഥയെന്നാവാം. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ കോളേജിൽ നമ്മളാണല്ലോ സീനിയേഴ്സ്. അപ്പോ ബൈ ദ ബൈ സീനിയേഴ്സ് ജൂനിയേഴ്സിനായിട്ട് ഉണ്ടാവുന്ന ഒരു ചെറിയൊരു കശിപിശ. അതിന്റെ ഇടയിൽ ഓളൊരു വർത്താനം പറഞ്ഞു. ആ തടിച്ച പെണ്ണുണ്ടല്ലോ, സംഭവം നമ്മളെ ജൂനിയർ കുട്ടി നമ്മളെ ഫ്രണ്ടിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു എക്സാമ്പിൾ മാത്രമാണത്. പക്ഷേ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബോഡി ഷേമിങ്, റൈറ്റ്? നമുക്ക് നമ്മളെ തന്നെ പ്രൗഡാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ബട്ട് ഇൻ ദ ഐസ് ഓഫ് സം അതർ പീപ്പിൾസ് അതൊക്കെ നമ്മളെ കുറവായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് അതന്നെന്നേ, നമ്മളെ ചുറ്റും നടക്കുന്ന ബോഡി ഷേമിങ്ങും കളർ ഡിസ്ക്രിമിനേഷനും ഒക്കെ സംഭവം ഇപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ. പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്ക് എത്രമാത്രം ഹേർട്ട് ആവും എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കണില്ല. ഈ പറയുന്ന ബോഡി ഷേമിങ്ങും ഈ കളർ ഡിസ്ക്രിമിനേഷനും ഒക്കെ കേൾക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും. നമ്മുടെ സൊസൈറ്റിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഓർക്കൊക്കെ നമ്മളെ ജീവിതത്തേക്ക് തലയിട്ട് നോക്കിയില്ലെങ്കിൽ വല്ലാത്തൊരടങ്ങിയറാണ്. എന്നിട്ട് അവർക്ക് രണ്ട് വർത്താനാണ്. ഈ തടിച്ചല്ലോ, എന്റെ കളറൊക്കെ കുറഞ്ഞിക്കണ്, എന്താ ഇങ്ങനായി? ഇങ്ങക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് നിന്ന് സംസാരിക്കുക വിചാരിക്കുക. അതിൽ നമ്മളൊരുത്തൻ്റെ ചിറിനെ കുറിച്ചിട്ടോ തടീനെ കുറിച്ചിട്ടോ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കി. പക്ഷേ നമ്മളൊക്കെ ആ ചിരിനെ കുറിച്ച് കളിയാക്കുമ്പോൾ നമ്മളവിടെ നിർത്തുന്നത് എന്നേക്കുമായിട്ട് അവൻ്റെ ചിരിയാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പോൾ ഇനി ആരെങ്കിലും കളിയാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തിക്കോടോ, നമുക്കത് വേണ്ട.